കരയിൽ കാരുണ്യമായവനെ ഞങ്ങൾ നിൻ സന്നിധേ വന്നിടുന്നു. തിരുപാദം പ്രണമിച്ചു നിന്നിടുന്നു. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ ആരാധന സ്തുതി ആരാധന. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ ആരാധന സ്തുതി ആരാധന. ആരാധന സ്തുതി ആരാധന. ആരാധന സ്തുതി ആരാധന. കാരുണ്യത്തെക്കുറിച്ചുള്ള ഈ സംഭാഷണത്തിന് മദർ തെരേസയിൽ നിന്ന് തന്നെ ആരംഭം കുറിക്കാമെന്ന്. ദൈവത്തിന് കരുണയുണ്ടെന്ന് വിചാരിച്ച് ദൈവത്തിൻ്റെ ഉപകാരമുള്ളൂ. നമ്മൾ കരുണാസമ്പന്നരായാൽ നമുക്ക് ഉപകാരം ഉണ്ടാവും. അതുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കാരുണ്യം നമ്മിലേക്ക് നമ്മിലൂടെ ഒഴുകാൻ ഇടവരണം. മദർ തെരേസയെ പലവട്ടം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് റോമിൽ മദർ തെരേസ ഞങ്ങളെ കാണാൻ വന്നു. അത് 50-51 വർഷങ്ങൾക്ക് മുമ്പാണ്. മദർ തെരേസ സംഭാഷണം ആരംഭിച്ചു. പെട്ടെന്ന് ബൈബിളിലെ ഒരു രംഗം മദർ അവതരിപ്പിച്ചു. എലിസബത്തിൻ്റെ അടുക്കലേക്ക് പോകുന്ന പരിശുദ്ധ അമ്മയുടെ കാര്യം. ഇതാ കർത്താവിൻ്റെ ദാസൻ്റെ ഹിതം പോലെ ഭവിക്കട്ടെ എന്ന ദൈവവചനത്തിന്, ദൂതൻ്റെ സന്ദേശത്തിന് പ്രത്യുത്തരം നൽകിക്കൊണ്ട് മാംസം ധരിച്ച വചനത്തെ, അല്ലെങ്കിൽ വചനത്തിന് മാംസം നൽകിക്കൊണ്ട് തന്നിലേക്ക് സ്വീകരിച്ച പരിശുദ്ധ അമ്മ ഉടൻ തന്നെ കാരുണ്യത്തിൻ്റെ പ്രേക്ഷിതയായി. എ മിഷണറി ഓഫ് മേഴ്സി, എ മിഷണറി ഓഫ് ചാരിറ്റി ആയി അയൻകരിയം ഗ്രാമത്തിലേക്ക് തത്രപ്പെട്ടു പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ഇളയമ്മ എലിസബത്തിനെ കണ്ടുമുട്ടും, ആശംസകൾ കൈമാറുന്നു. എലിസബത്ത് പരിശുദ്ധാത്മാവുകൊണ്ട് നിറഞ്ഞു. എലിസബത്തിൻ്റെ ഉള്ളിൽ കഴിയുന്ന യോഹന്നാൻ മേരിയുടെ ഉള്ളിൽ കഴിയുന്ന ഈശോയെ തിരിച്ചറിയുന്നു, കണ്ടുമുട്ടുന്നു. അതിൻ്റെ സന്തോഷം അനുഭവിച്ച് സന്തോഷം കൊണ്ട് കുതിച്ചാടി. ഈ അനുഭവമാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. ആദ്യത്തെ ദിവ്യകാരുണ്യ പ്രദക്ഷിണമായിരുന്നു പരിശുദ്ധ അമ്മ നടത്തിയത്. അമ്മ ഒരു വലിയ അരുളിക്കയായിട്ട് രൂപാന്തരപ്പെട്ടു. അവളുടെ ഉള്ളിൽ മാംസം ധരിച്ച വചനം അതിൻ്റെ ആദ്യ ഘട്ടത്തിൽ. അതുകൊണ്ട് മാസം തികയാത്ത മാംസം ധരിച്ച വചനത്തിന് ഇത്രമാത്രം ചെയ്യാൻ കഴിയുമെങ്കിൽ ഇത് നമ്മുടെ മധ്യയിരിക്കുന്നത് മാസം തികയാത്തവനല്ല, എല്ലാം തികഞ്ഞവൻ. 33 വയസ്സ്, നീണ്ട വർഷങ്ങൾ ഇവിടെ സ്നേഹം വിളമ്പിയിട്ട് എല്ലാം പൂർത്തിയാക്കി കാൽവരിയിലൂടെ സ്വർഗത്തിലേക്ക് പകരേറിയവൻ, സ്നേഹത്തിൻ്റെ വലിയ സന്ദേശം നൽകിയവൻ, പിതാവിൻ്റെ വലിയ സ്നേഹം, കാരുണ്യം വെളിപ്പെടുത്തിയവൻ, അവനാണ് അപ്പമായി നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നത്. പരിശുദ്ധ അമ്മയേക്കാൾ എത്രയോ ഭാഗ്യപ്പെട്ടവരാണ് എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും. നിമിഷത്തിൽ അമ്മ ഉദരത്തിൽ വഹിച്ചു, ഹൃദയത്തിൽ വിശ്വാസത്തിൽ ഏറ്റുവാങ്ങി. നമ്മളതുപോലെ തന്നെ ആ യേശുവിനെ, ദിവ്യകാരുണ്യ ഈശോയെ ഇന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് വിശ്വാസത്തോടെ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ യാത്രയും ഇതേ കാരുണ്യത്തിൻ്റെ ഒരു യാത്രയാകേണ്ടതുണ്ട്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന യേശുവിനെ അനേകർ അനുഭവിച്ചറിയാൻ ഇടവരണം, തിരിച്ചറിയാൻ കഴിയണം. അനേകരുടെ ഉള്ളിലെ സന്തോഷത്തിൻ്റെ തിമിർപ്പും തുടിപ്പൊക്കെ ഉണ്ടാകാൻ ഇടവരണമെന്ന് ചുരുക്കം. ദിവ്യകാരുണ്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരേണ്ടതുണ്ട്. കാരുണ്യം എന്ന് പറയുമ്പോൾ, ആഘോഷിക്കുമ്പോഴൊക്കെ എന്താണ് കാരുണ്യം എന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ കാഴ്ചപ്പാടില്ല എന്നാണ് സത്യം. അത് സ്നേഹമല്ലേ? സ്നേഹവും കാരുണ്യവും തമ്മിൽ വ്യത്യാസമില്ലേ? എല്ലാ സ്നേഹവും കാരുണ്യമല്ല, എല്ലാ കാരുണ്യവും സ്നേഹമാണ്.
എല്ലാ കാരുണ്യവും സ്നേഹമാണ്. എല്ലാ സ്നേഹവും കാരുണ്യമല്ല. ദൈവത്തോട് നമ്മൾ കാണിക്കുന്ന സ്നേഹം കാരുണ്യമാണോ? അല്ല. മാതാപിതാക്കളോട് കാണിക്കുന്ന സ്നേഹം കാരുണ്യമാണോ? അല്ല. പരിശുദ്ധ അമ്മയോട് കാണിക്കുന്ന സ്നേഹം കാരുണ്യമാണോ? അല്ല. അതുകൊണ്ട് കാരുണ്യം താഴേക്ക് ഒഴുകുന്ന സ്നേഹമാണ്. കാരുണ്യം താഴേക്ക് ഒഴുകുന്ന സ്നേഹമാണ്. ഈ കാരുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മളൊക്കെ വിധിക്കപ്പെടുന്നത്. അതിൽ അന്ത്യവിധിയെക്കുറിച്ച് ഈശോ പറഞ്ഞത് ഈ ചെറിയവരിലേക്ക് ഒഴുകുന്ന സ്നേഹം. ചെറിയവർക്ക് ചെയ്തപ്പോഴൊക്കെ എനിക്ക് തന്നെയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ എന്നെപ്പോലെ ആയിത്തീരുകയായിരുന്നു. എൻ്റെ ജീവിതത്തോട് താതാത്മ്യപ്പെടുകയായിരുന്നു. എൻ്റെ ശിഷ്യരായിത്തീരുകയായിരുന്നു. അനുരൂപരായിത്തീരുകയാണ്. അവിടെ ദൈവത്തെ സ്നേഹിക്കണം എന്നതിലുപരി അവിടെ നിന്ന് പറഞ്ഞു വെച്ചത്, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു. ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന, ന്യൂ കമാൻഡ്മെൻറ്റ്. ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കണമെന്ന്. എന്നെ സ്നേഹിക്കണം എന്നല്ല പറഞ്ഞത്, ഞാൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് ഏറ്റു പറയുന്നതല്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്നേഹവും കാരുണ്യം ആവശ്യമുള്ള എൻ്റെ ശരീരഭാഗം പോലെ ഞാൻ കണക്കാക്കുന്ന ഒറ്റൂടി സൃഷ്ടികളുണ്ട്. അവരിലേക്ക് നിങ്ങൾ സ്നേഹം ഒഴുക്കുമ്പോൾ എന്നെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്. അപ്പോൾ എന്നെ സ്നേഹിക്കാനുള്ള ഏക വഴി സഹചര്യത്തിലൂടെ, ചെറിയവരിലൂടെ, എളിയവരിലൂടെ. അതുകൊണ്ട് ഈ ആരാധന പൂർത്തിയാകുന്നതും ആരാധനയ്ക്ക് അന്തസത്ത ഉണ്ടാകുന്നതും അർത്ഥമുണ്ടാകുന്നതൊക്കെ ഓസ്തി രൂപനിൽ അവസാനിക്കുമ്പോഴല്ല, വികൃത രൂപങ്ങളുള്ള മനുഷ്യജീവികളെ, വൈകല്യങ്ങളുള്ളവരെ. അന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിൽ ചത്തുരത്തിൽ ആളുകൾ ഒരുമിച്ച് കൂടി. അപ്പോൾ തൻ്റെ വൈരൂപ്യം കൊണ്ട് ശ്രദ്ധേയനായ ഒരു മനുഷ്യനെ ഓടിച്ചെന്ന് ആശ്ലേഷിച്ചു. സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വെളിപാടായി തീർന്നു. അത് മാധ്യമങ്ങളെ പ്രൊജക്റ്റ് ചെയ്തു. എല്ലാവരും ശ്രദ്ധിച്ചു. കാരണം അത് സ്നേഹമാണെന്ന്, കാരുണ്യമാണെന്ന്, അതിനകത്ത് സ്വാർത്ഥതയില്ലെന്ന്, അതിന് സ്വാർത്ഥ ലക്ഷ്യങ്ങളില്ലെന്ന് ലോകം തിരിച്ചറിയുന്നു. ശുദ്ധ സ്നേഹമാണ് കാരുണ്യം. ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാത്ത, മറുപടി തേടാത്ത, സമ്മാനം അന്വേഷിക്കാത്ത നിഷ്കാമ കർമ്മമാണ് കാരുണ്യം. ഈ കാരുണ്യമാണ് നമ്മൾ ദൈവത്തോട് അനുരൂപരാകുന്നത്. ആരാധകരെയല്ല വേണ്ടത്, നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുക. ദിവ്യകാരുണ്യ ആരാധന നടത്തുമ്പോൾ അതിൻ്റെ എല്ലാം പരിസമാപ്തി, അതിൻ്റെ എല്ലാം ലക്ഷ്യം ദിവ്യകാരുണ്യമായിത്തീരുന്ന മനുഷ്യരാണ്. കാരുണ്യം ജീവിതത്തിൻ്റെ ഭാവമാക്കി മാറ്റാൻ കഴിയുന്നവരും. നമ്മൾ കുർബാനയിൽ വായിക്കാറുണ്ടല്ലോ, ദൈവമേ നിൻ്റെ സ്വഭാവത്തിനൊത്തവണ്ണം എന്നോട് കരുണ കാണിക്കണമേ. സ്വഭാവമാക്കി തീർക്കണമെന്ന്. സ്വഭാവമായി തീർന്ന എന്തൊരു എളുപ്പമെന്ന് പറയുമോ? എഫർട്ട്ലെസ്. പിന്നെ എഫർട്ടില്ല, പിന്നെ അധ്വാനമില്ല, പിന്നെ ഭാരമില്ല, പിന്നെ ക്ഷീണമില്ല. കർത്താവെ സ്വഭാവത്തിനൊത്തവണ്ണം കരുണ കാണിക്കാൻ എന്നെ ശക്തിയാക്കണമെന്ന്. സ്വഭാവം എപ്പോഴാണ് സ്വഭാവമായി തീരുന്നത്? കുറേ കരുണ കാണിച്ചു കഴിയുമ്പോൾ, ആ ഗുരുവിൻ്റെ കൂടെ നടന്ന് കുറേ കഴിയുമ്പോൾ വി ലേൺ ടു ഷോ മേഴ്സി. കരുണയായി തീരാൻ, കരുണയായി രൂപാന്തരപ്പെടാൻ നമുക്ക് കഴിയും. അപ്പോൾ നമ്മൾ ഉടലോടെ സ്വർഗത്തിലേക്ക് പോകും. കാരുണ്യമല്ലാത്തതൊന്നും സ്വർഗത്തിലേക്ക് പോകാൻ അർഹതയില്ല. കാരുണ്യമല്ലാത്തതൊന്നും ഓസ്തിയോട് ചേർന്ന് നിൽക്കില്ല. നമ്മൾ ഹോളി കമ്മ്യൂണിയൻ എന്നല്ലേ പറയുന്നത്. ഈ ദിവ്യകാരുണ്യത്തോട് ലയിക്കുന്നതിന് ഹോളി കമ്മ്യൂണിയൻ, പരിശുദ്ധമായ ഒരു കൂട്ടായ്മ. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മൾ ഓസ്തിയെ സ്വീകരിക്കും. പക്ഷേ സത്യം പറഞ്ഞാൽ കുർബാന സ്വീകരിച്ചു എന്ന് പറയുന്നത് ശരിയാവില്ല. നമ്മളൊരു ചെറിയ കക്കയിൽ കടലിനെ സ്വീകരിച്ചു എന്ന് പറയുന്ന പോലെ ഇരിക്കും. കടലിൽ ഞാൻ എൻ്റെ കൊച്ചു കക്കയിൽ സ്വീകരിച്ചു. അതുകൊണ്ട് കടലിനെ സ്വീകരിക്കാൻ എന്താ ഒരു വഴിയുള്ളത്? ഒറ്റ വഴിയുള്ളൂ. ഒരു തുള്ളിയായി കടലിൽ ലയിക്കുമ്പോൾ ഞാൻ ജീവിക്കുന്നു, ഞാനല്ല സമുദ്രം എന്നെ ജീവിക്കുന്നു എന്ന്. ഞാൻ ജീവിക്കുന്നു, ഞാനല്ല
യേശു എന്നിൽ ജീവിക്കുന്നു എന്ന്. എന്നിൽ സ്വാർത്ഥത വെടിഞ്ഞ്, അഹന്ത വെടിഞ്ഞ്, എല്ലാം വെടിഞ്ഞ് ഞാൻ സ്നേഹമായി രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ അവനിൽ ലയിക്കും. സ്നേഹം തന്നെയായ ദൈവത്തിൽ ലയിക്കാൻ പാടില്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിലില്ലാതെ വരുമ്പോൾ എൻ്റെ സ്വഭാവം സ്നേഹമായി കാരുണ്യമായി തീരുമ്പോൾ, അവിടെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത് നല്ലത് തന്നെ, സ്നേഹം കാണിക്കുന്നത് നല്ലത് തന്നെ. പക്ഷേ അവസാനം എത്തേണ്ടത് കാരുണ്യം ചെയ്യുന്നവരെ കരുണയായി തീരുന്നവൻ, സ്നേഹമായി തീരുന്നവൻ. അതുകൊണ്ട് ചെയ്തികൾ പോരാ, പ്രവർത്തനങ്ങൾ പോരാ, ബീയിങ് ലവ്. ടു സിക്ക് ഡൂ മോർ, ഹാവ് മോർ എന്നൊക്കെ ഉണ്ട്. കൂടുതൽ വേണം, കൂടുതൽ ചെയ്യണം. പക്ഷേ ഇൻ ഓർഡർ ടു ബി, സ്നേഹമായി കാരുണ്യമായി രൂപാന്തരീകരണം സംഭവിക്കണം. ഈ ആരാധനയുടെ പ്രാർത്ഥനയുടെ ആത്യന്തിക ലക്ഷ്യം ഈ രൂപാന്തരീകരണം. ഞാൻ ജീവിക്കുന്നു, ഞാനല്ല, കാരുണ്യം എന്നിൽ ജീവിക്കുന്നു എന്ന. ഈശോയുടെ ജീവിതം മുഴുവനും കാരുണ്യത്തിൻ്റെ ഒരു വലിയ പ്രകാശനമായിരുന്നു. അവൻ്റെ വരവ് തന്നെ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത വേണ്ടെന്ന് വെച്ചുകൊണ്ട് അവിടുന്ന് മനുഷ്യനായി കാലിത്തൊഴുത്തി പിറന്നു. കൂടെ ആയിരിക്കാനുള്ള വലിയ സന്തോഷമായിരുന്നു ഈശോ അനുഭവിച്ചത്. അവിടുത്തെ സന്ദർശിക്കാനെത്തിയ ആദ്യ സന്ദർശകർ, ആട്ടിടയർ അവൻ്റെ മുന്നിൽ നിന്നപ്പോൾ അവർക്ക് തോന്നി, തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അഭിമാനം തോന്നി. കാരണം ഈശോ അവരെക്കാൾ ചെറിയവനായി, എളിയവനായിട്ട് വന്നു. അത് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാവമാണ്. പാവപ്പെട്ടവരെടുക്ക് ചെല്ലുമ്പോൾ അവരെക്കാളും ചെറിയവനായി പ്രത്യക്ഷപ്പെടുക. നോ വൺ ഷുഡ് ഫീൽ സ്മോൾ, ഹംബിൾ ബിഫോർ മീ. എൻ്റെ മുമ്പിൽ ആരും ചെറുതാകാൻ പാടില്ല, ആർക്കും അപകർഷതാബോധം ഉണ്ടാക്കാൻ പാടില്ല, ആരുടെയും ആത്മവിശ്വാസത്തെ ക്ഷതപ്പെടുത്തരുത്. അതിനുവേണ്ടിയാവില്ലേ കാരുണ്യത്തിൻ്റെ മാലാഖയായ ദിവ്യകാരുണ്യ ഈശോയെ കാരുണ്യമായിട്ട് അനുഭവിച്ച മദർ തെരേസ നീലക്കരയുള്ള സാരിയുമായിട്ട് കൽക്കട്ടയിലെ ചേരിയിലേക്ക് തിരിഞ്ഞത്. അവനോട് കാരുണ്യമായി അനുരൂപപ്പെടാൻ വേണ്ടിയുള്ള ഹൃദയത്തിൻ്റെ ദാഹം കൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു കണ്ടെത്തൽ, ഡിസ്കവറി ഓഫ് മെർസി. നീലക്കരയുള്ള സാധാരണക്കാരിയുടെ വേഷം സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കണ്ടുപിടുത്തമാണ്. ഇത്തരം കാരുണ്യത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ, ഡിസ്കവറി നടത്താൻ നമുക്ക് സാധിക്കണമെന്നും ആരും നമ്മുടെ മുമ്പിൽ ചെറുതാകാൻ പാടില്ല എന്ന്. ഇവിടുത്തെ ഏറ്റവും ചെറിയ മനുഷ്യർക്ക് പോലും ആത്മാഭിമാനത്തോടെ നമ്മുടെ അടുത്തിരിക്കാനും കൂടെ ഭക്ഷിക്കാനും സംഭാഷിക്കാനും നമ്മുടെ കൂടെ നടക്കാനും ഒക്കെ ദേ ഷുഡ് ഫീൽ അറ്റ് ഹോം വിത്ത് അസ്. അതിന് ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത വേണ്ടെന്ന് വയ്ക്കുക. മനുഷ്യൻ്റെ തെറ്റായ ദൈവസങ്കല്പങ്ങളെയെല്ലാം തകർത്തുകൊണ്ട് യേശു ദ ട്രൂ ഫേസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖമാണ് ഈശോ. നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ല ദൈവമെന്ന് കാരുണ്യത്തിൻ്റെ മുഖം വെളിപ്പെടുത്തിയ ഈശോ നമ്മോട് പറയുന്നുണ്ട്. നമ്മുടെ തെറ്റായ രാജസങ്കല്പങ്ങളും ദൈവത്തിന് ആട്രിബ്യൂട്ട് ചെയ്യുന്ന ഗുണങ്ങളുമൊക്കെ അതൊന്നുമല്ല ദൈവമെന്ന് ആധികാരികമായിട്ട് ദൈവത്തിൻ്റെ മുഖം വെളിപ്പെടുത്തിയ ഈശോ നമ്മോട് പറയുന്നുണ്ട്. കാലിത്തൊഴുത്തിലെ ഈശോ, കാൽവരിയിലെ ഈശോ, പാവപ്പെട്ടവരുടെ കൂടെ നടക്കുന്ന ഈശോ, അവർക്ക് സന്തോഷം സമാധാനം ആശംസിക്കുന്ന ഈശോ. അവിടുത്തെ ആദ്യത്തെ യാത്ര എങ്ങോട്ടായിരുന്നു? ഈജിപ്തിലേക്കായിരുന്നു. തേനും പാലും ഒഴുകുന്ന കാനാൻ ഭൂമിയിലേക്കല്ല, അടിമത്തത്തിൻ്റെ വിയർപ്പും രക്തവും കലർന്ന ഈജിപ്തിൻ്റെ മണ്ണിലാണ്. തൻ്റെ ജനം അടിമത്തത്തിന് മുഖം പേറിയ, വേദന അനുഭവിച്ച, പരിത്യക്താവസ്ഥയിലും അടിമത്തത്തിലും ജീവിച്ച ആ നാടൊന്ന് സന്ദർശിക്കണം. അതായിരുന്നു കാരുണ്യമായിട്ട് അവതരിപ്പിച്ച രക്ഷകൻ്റെ ആദ്യ സന്ദർശനം. കാരുണ്യത്തിൻ്റെ വലിയ പ്രവാചകനായി കാലഘട്ടത്തെ നിരന്തരം വിസ്മയിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആദ്യ സന്ദർശനം എങ്ങോട്ടായിരുന്നു അറിയാമോ? അതൊരു ദ്വീപിലേക്കായിരുന്നു, ലാംബദൂസ എന്ന് പറഞ്ഞ് അഭയാർത്ഥികളുടെ ഗതികെട്ടവൻ്റെ തുരുത്ത്. യാത്രാരേഖകളില്ലാതെ അവിടെ അടിഞ്ഞുകൂടുന്നവരുടെ ഇടയിലേക്കായിരുന്നു മാർപ്പ ആദ്യം പോയത്. അതുകൊണ്ട് നമ്മുടെ സന്ദർശനങ്ങൾ ആരുടെ അടുക്കലേക്കാണ് നമ്മൾ ധൃതിപ്പെട്ടു പോകുന്നത്? നമ്മുടെ അയൻകരിയും ഗ്രാമം ഏതാണ്?
നമ്മുടെ ദ്വീപുകൾ ഏതാണ്? അത് സൗകര്യങ്ങളുടെ, സന്തോഷങ്ങളുടെ, നേട്ടങ്ങളുടെ, ലാഭങ്ങളുടെ തുരുത്തുകളിലേക്കാണോ നമ്മുടെ പ്ലെയിൻ യാത്ര? അതോ ഗതികെട്ടവൻ്റെ, അഡ്രസ്സില്ലാത്തവൻ്റെ ലാംബദൂസ തുരുത്തുകളിലേക്കായിരിക്കുമോ? കാരുണ്യമുണ്ടോ എന്ന്, ദിവ്യകാരുണ്യം ജീവിതത്തെ സ്പർശിച്ചോ എന്നറിയണമെങ്കിൽ ഏത് തരത്തിൽ, ഏത് വേഷം കെട്ടുന്നു, എവിടെ പിറക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു, സന്ദർശിക്കുന്നത് എവിടെയൊക്കെ, ആരെയൊക്കെയാണ് നമ്മൾ സന്ദർശിക്കുന്നത്, ഇതായിരിക്കും കാരുണ്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞോ എന്ന് തിരിച്ചറിയാനുള്ള ആത്മപരിശോധനയ്ക്കുള്ള മാനദണ്ഡങ്ങൾ. യേശുവിൻ്റെ ശൈലി പിന്നീട് ഇവിടുന്ന് ജനങ്ങളോട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയും, കഷ്ടപ്പെട്ടവരാ, വേദന അനുഭവിക്കുന്നവരാ, അവരോട് പറഞ്ഞു, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാരാ, കാരണം ഞാൻ നിങ്ങളുടെ കൂടെയാണ്, നിങ്ങൾ എൻ്റെ സ്വന്തമാണ്. ദൈവരാജ്യം നിങ്ങളെ ആരും മാറ്റി നിർത്തിയിട്ടില്ല. യു ആർ പാർട്ട് ഓഫ് മൈ കിങ്ഡം. ഇപ്പോൾ പീഡനം അനുഭവിക്കുന്നവരെ, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾക്കൊക്കെ അനുഗ്രഹം ഞാൻ തരുന്നു. ഈ ലോകം പുറന്തള്ളിയവർക്കൊക്കെ സ്നേഹം കൊടുക്കുന്ന, പരിഗണന കൊടുക്കുന്ന, ശ്രദ്ധ കൊടുക്കുന്ന, അങ്ങനെ അഷ്ടസൗഭാഗ്യങ്ങൾ, 8 ഭാഗ്യം അവിടെ നിന്ന് നേർന്നു. ഇപ്പോൾ കരയുന്നവരും, വിശക്കുന്നവരും, പരിത്യക്താവസ്ഥയിൽ കഴിയുന്നവരും, ദരിദ്രരും ഒക്കെ. അത് 8 എഴുതിയെന്ന് വിചാരിച്ചാൽ അതൊരു തുടക്കം മാത്രമായിരുന്നു, ലുത്തീനിയയുടെ തുടക്കമായിരുന്നു. ഇനി ഏതെല്ലാം തരത്തിൽ ഗതികേടുണ്ടോ അവരോടൊക്കെ, കുഷ്ഠരോഗികളെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങളുടെ കൂടെ ഇതാ ഞാൻ ഫാദർ ഡാമിയൻ. കൽക്കട്ടയിൽ ചേരിലെ മരണാസന്നരെ ഭാഗ്യവാന്മാർ, കാരണം ഞാൻ മദർ തെരേസ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന്. നിങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെന്ന്. എയ്ഡ്സ് രോഗികളെ നിങ്ങൾ ഭാഗ്യവാന്മാർ, വി ആർ വിത്ത് യു. അങ്ങനെ ഭാഗ്യ ആശംസയുടെ പുതിയൊരു പത്രിക ഉണ്ടാക്കാനായിട്ട് ദിവ്യകാരുണ്യ ആരാധന കഴിയുമ്പോൾ കാരുണ്യം ഏറ്റുവാങ്ങിയവർക്ക് അത് ചെയ്യാൻ കഴിയണം. ദിവ്യകാരുണ്യ പ്രദക്ഷിണം ഇവിടെ പന്തലിൽ അവസാനിക്കേണ്ടതല്ല. നമ്മുടെ ജീവിതം കൊണ്ട് പരിശുദ്ധ അമ്മ അയൻകരീം ഗ്രാമത്തിലേക്ക് പോയതുപോലെ, മദർ തെരേസ കൽക്കട്ടയിലെ ചേരികളിലേക്ക് പോയതുപോലെ, ഫ്രാൻസിസ് മാർപ്പാപ്പ ലാംബദൂസ ദ്വീപിലേക്ക് പോയതുപോലെ, നമ്മൾ ഓരോരുത്തരും ദിവ്യകാരുണ്യമായിട്ട്, ജീവിക്കുന്ന കാരുണ്യമായിട്ട് മറ്റുള്ളവൻ്റെ ജീവിതങ്ങളിലേക്ക് പോകാൻ ഇടവരണം. ഇപ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖം ലോകം ദർശിക്കാൻ ഇടവരും. ഇന്നത്തെ സംഘർഷങ്ങൾക്കൊക്കെ അയവ് വരാൻ ഉള്ള ഏക മാർഗം ഈ കാരുണ്യത്തിൻ്റെ അവതാരമാണ്. ഒരു മദർ തെരേസ കാരുണ്യമായി അവതരിച്ചു കഴിഞ്ഞപ്പോൾ ദ ഹോൾ വേൾഡ് മെർജ് ചെയ്തോടെ ശവസംസ്കാരത്തിന് പാർട്ടി, പ്രത്യയശാസ്ത്രം, രാഷ്ട്രം, വർഗവർണ്ണ വിവേചനം, ഇതിനെല്ലാം പെട്ടെന്ന് എവറിത്തിങ് വാനിഷ്ഡ്. വിവേചനങ്ങളൊക്കെ അവിടെ ഇല്ലാതായി തീർന്നു. ആ ശുദ്ധ സ്നേഹത്തിൽ there was space for everybody to come together. എല്ലാവർക്കും സന്ധിക്കാൻ, ഒരുമിക്കാൻ ഒരു വലിയ എംപ്റ്റി സ്പേസ്. അത് മദർ തെരേസ സ്വയം ശൂന്യമായി കാരുണ്യമായി തീർന്നപ്പോൾ ഉണ്ടാക്കിയൊരു വലിയ സ്റ്റേഡിയം പോലെ ഉള്ളിലൊരു സ്പേസ്. നമുക്കെന്തോ ഒരു സ്പേസ് ഉണ്ടാവും വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട്. ദൈവമായിരുന്നിട്ടും ദൈവത്തോട് സമാനത വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ആ ദൈവം എംപ്റ്റി ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സ്പേസില്ലേ, അവിടെ സകലർക്കും, ചുങ്കക്കാർക്കും, പാപികൾക്കും, എല്ലാവർക്കും, ദൈവനിഷേധികൾക്കൊക്കെ സ്ഥലമുണ്ടെന്ന്. എല്ലാവർക്കും അവിടെ സ്ഥലമുണ്ട്. എവരിബഡി ക്യാൻ മീറ്റ് ദെയർ. ഇന്ന് സംഘർഷങ്ങൾക്ക് അയവ് വരണമെങ്കിൽ ഈ യേശുവിൻ്റെ ചൈതന്യം സ്വയശൂന്യമായിട്ട് സകലർക്കും ഉള്ളിൽ സ്നേഹത്തിൻ്റെ സ്പേസ് കൊടുക്കുന്ന, ആർദ്രഭാവം കൊടുക്കുന്ന, കാരുണ്യം കൊടുക്കുന്ന, ഊഷ്മളത കൊടുക്കുന്ന ഒരു വലിയ സ്നേഹമായി നമ്മൾ വികസിക്കേണ്ടതുണ്ടെന്ന് ചുരുക്കം. അതുകൊണ്ട് ഓസ്തിയിലേക്ക് ചുരുങ്ങുകയല്ല, ഓസ്തിയിലേക്ക് വികസിക്കാൻ കഴിയണമെന്ന് ചുരുക്കം. വിശ്വത്തോളം വിശാലമാകാൻ കഴിയണമെന്ന് എനിക്ക് എല്ലാവർക്കും ഇടമുണ്ട്. പിതാവിൻ്റെ ഭവനത്തിൽ സകല മനുഷ്യർക്ക് ഇടമുണ്ട്, ആരെയും അവിടെ നിഷേധിച്ചിട്ടില്ല. ഇപ്പോൾ കാരുണ്യം എന്ന് പറയുന്നത് എല്ലാവരും ഉൾക്കൊള്ളുന്ന വലിയ സ്നേഹമാണ്. സർവ്വാശ്ലേഷി, എല്ലാം സഹിക്കുന്ന, എല്ലാം ക്ഷമിക്കുന്ന, എല്ലാം മറക്കുന്ന, എല്ലാം അതിജീവിക്കുന്ന ആ സ്നേഹം, അത് പൗലോസിയെ കണ്ടെത്തിയവിടെയാണ്. പൗലോസിയെ കണ്ടെത്തിയത് ഐ നോ ഓൺലി ക്രൈസ്റ്റ് ആൻഡ് ഹിം ക്രൂസിഫൈഡ്. ക്രൂശിതനായ യേശുവിനെ ഞാൻ അറിയൂ എന്ന്. ആ യേശുവല്ലേ ദിവ്യകാരുണ്യമായി നമ്മുടെ പക്കലേക്ക് എത്തുന്നത്. ആ യേശുവിനെയല്ലേ നമ്മൾ സ്വീകരിക്കുന്നത്. ആ യേശുവിനാലല്ലേ നമ്മൾ സ്വീകരിക്കപ്പെടുന്നത്. ദിവ്യകാരുണ്യം ഇത്രയും മനോഹരമാകാൻ കാരണം എന്താ?
ദിവ്യകാരുണ്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് ഒരു ബലിയാണ്, അത് ഒരു വിരുന്നാണ്, അത് ഒരു ഒത്തുചേരലാണ്, അതൊരു ഓർമ്മയുടെ ആഘോഷമാണ് എന്നൊക്കെ നമ്മൾ പറയും. ഇതിൻ്റെ രണ്ട് തലമെങ്കിലും, വിരുന്നും ബലിയും. മുന്നോടിയായ യോഹന്നാൻ ഈശോയെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇന്ന് ലോകം പാപം കൊണ്ട് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, വിദ്വേഷം കൊണ്ട് നിറഞ്ഞെങ്കിൽ, എന്നും പ്രതികാരത്തിൻ്റെതായ കൊലപാതകങ്ങളും പ്രതികാരങ്ങളും ഒക്കെ ഇവിടെ ഈ നാട്ടിലുണ്ടാവുന്നുണ്ടെങ്കിൽ കാരണം എന്താ? പാപം നീക്കാൻ ആളില്ല. പാപം ആരോപിക്കാൻ ഇഷ്ടം പോലെ ആളുണ്ട്, കുറ്റം ആരോപിക്കാൻ ഇഷ്ടം പോലെയുണ്ട്. എല്ലാ ദിവസവും പത്രം എടുക്കുമ്പോൾ കുറ്റാരോപണങ്ങളുടെ പരമ്പര. TV തുറന്നു കഴിഞ്ഞാൽ നർമ്മം കലർത്തിയ കുറ്റം പറച്ചിലാണ്. ആസ്വദിച്ച് ചാനലുകൾ മത്സരിച്ച് ആസ്വദിക്കുകയാണ്. വലിയവരുടെയും ചെറിയവരുടെയും കുറ്റങ്ങൾ ഒരുപോലെ പർവ്വതീകരിച്ചുകൊണ്ട് സ്നേഹമില്ലാതെ കരുണയില്ലാതെ അതെല്ലാം ഒരു വലിയ ഷോ ബിസിനസ്സാക്കി മാറ്റാൻ പാകത്തിന് മനുഷ്യകുറ്റങ്ങളിൽ, അവൻ്റെ വൈകല്യങ്ങളിൽ സഹതപിക്കാനോ വേദനിക്കാനോ കഴിയാത്ത മരവിച്ച മനസ്സാക്ഷിയും രൂപപ്പെടുത്തുന്ന ഒരു സംവിധാനം നമുക്കുണ്ടായിരിക്കുക. അതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന വലിയവരുടെ തെറ്റുകളൊക്കെ ആസ്വദിക്കേണ്ടതാണ്. അത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആയാലും വേണ്ടില്ല, നാട്ടിലെ ചീഫ് മിനിസ്റ്റർ ആയാലും വേണ്ടില്ല, സെൻട്രൽ മിനിസ്റ്റർ ആയാലും വേണ്ടില്ല, ഇവരുടെ വൈകല്യങ്ങളൊക്കെ ആഘോഷിക്കാനുള്ളതാണ്. നമ്മൾ ദുരന്തങ്ങൾ ആഘോഷിച്ച് പഠിച്ചുപോയി. നല്ല ഓർമ്മകൾ ആഘോഷിക്കാൻ നമുക്ക് എവിടെയോ സ്നേഹം വറ്റിപ്പോയ അനുഭവം. അവിടത്തേക്ക് ക്ഷമിക്കാനാവാത്ത, കഴുകിക്കളയാനാവാത്ത ഒരു കറയും ഈ ഭൂലോകത്ത് ആരുടെയും ജീവിതത്തിലില്ലായിരുന്നു. യു ക്യാൻ സ്റ്റാർട്ട് ഓൾ ഓവർ അഗെയിൻ. വീണ്ടും ആരംഭിക്കാം. അതാണ് കരുണ.